ജൂലൈ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഡയറക്റ്റ് ജി എടുക്കാൻ പറ്റത്തേ ഇല്ല. ക്ലീനിങ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്യാറില്ലേലും കാറിൻ്റെ ഉള്ളിൽ ഞാൻ എപ്പോഴും പക്കയാക്കി വെക്കാനേ മാക്സിമം നോക്കാറുള്ളൂ. കാരണം ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരത്തില്ലല്ലോ. ഒരു മാസം മുന്നേ ഞാൻ ഈ വീട്ടിലേക്ക് താമസം മാറി. സോ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ഓടേണ്ടിയും വന്ന് കൂട്ടത്തിൽ കാർ ക്ലീൻ ആക്കാനും ടൈം കിട്ടില്ല. അതുകൊണ്ട് കാറിൻ്റെ ഉള്ളിൽ ഫുള്ളും മണ്ണും പൊടിയും പിടിച്ച് ആകാരമ്പായിട്ട് എടുക്കുമായിരുന്നു. കാനഡയിൽ വന്ന സമയത്ത് ഞാൻ ഒരിക്കൽ പോലും വിചാരിച്ചിരുന്നില്ല ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ സ്വന്തമായിട്ടൊരു വണ്ടി എടുക്കുമെന്ന്. കാരണം ആവശ്യത്തിന് ബസ്സും ഉണ്ട്, അത്യാവശ്യമാണെങ്കിൽ ഊബർ എടുക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ ഫസ്റ്റ് ഹൗസ് മേറ്റ്സ് എല്ലാവരും പോയിട്ട് ജിയോ എണ്ണും അവിടുന്ന് ഡയറക്റ്റ് ജിയോ എടുത്തപ്പോഴും ഞാൻ മാത്രം ലൈസൻസ് എടുത്തില്ല. ആ പൈസ ഞാൻ സേവ് ചെയ്തു. അങ്ങനെ ചെയ്യാനും കാരണമുണ്ട്. കാരണം വലിയൊരു ലോൺ എടുത്തിട്ട് ഞാൻ ഈ നാട്ടിലേക്ക് കയറി വന്നത്. $700 to $800 ലൈസൻസിന് വേണ്ടി കൊടുക്കാനായിട്ട് ആ സമയത്ത് എനിക്ക് തോന്നിയില്ല. പക്ഷെ ഒരു കാർ വാങ്ങിയതിന് ശേഷമാണ് അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഞാൻ നേരത്തെ ചെയ്യേണ്ടിയിരുന്നതെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. പണിക്കുറ്റം തീർന്നു. ഇത്രയും നാളിതില്ലാണ്ട് എങ്ങനെ ജീവിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. യാത്രകൾ നമ്മുടെ സ്ട്രെസ് റിലീഫ് ആക്കുക എന്ന് പറയുന്നത് എത്രത്തോളം ട്രൂ ആണെന്ന് ഞാൻ അതിനുശേഷം മനസ്സിലാക്കി. പല സ്ഥലത്ത് പോയി പല പല കാര്യങ്ങളും കണ്ട് പല പല കാര്യങ്ങൾ എൻജോയ് ചെയ്തു. എവിടെയെങ്കിലും പോകണമെന്ന് ആലോചിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന ഇതാ, അങ്ങോട്ടേക്ക് ഗോബസ് ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ ചെന്ന് ഊബർ എടുക്കാൻ പറ്റുമോ, ചിലവെല്ലാം കൂടെ പറ്റുമോ. ഇപ്പം അങ്ങനത്തെ ഒറ്റ കാര്യം ചിന്തിക്കണ്ട, എണ്ണ അടിക്കുക, പോവുക. ഗ്യാസ് സ്റ്റേഷൻ എന്തായാലും അവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. കാനഡയിൽ സ്റ്റുഡൻസ് ആയിട്ട് എന്നെ പോലെ വരുന്ന മിക്ക ആൾക്കാരും ജസ്റ്റ് ഐഡന്റിഫിക്കേഷൻ മാത്രമായിട്ട് ജീവൻ എടുത്ത് വെക്കാറുണ്ട്, പിന്നെ തിരിഞ്ഞു നോക്കത്തില്ല. നാട്ടിലെ എക്സ്പീരിയൻസ് വെച്ച് അവർക്ക് ഡയറക്റ്റ് ജി എടുക്കാമെങ്കിലും അവരതിന് ശ്രമിക്കത്തുമില്ല. 5 ദിവസം കൊണ്ട് എന്തായാലും ആർക്കെങ്കിലും കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഇപ്പോഴും ജി എടുക്കാൻ മടിച്ച് നിൽക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ,